ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു പെർഫെക്റ്റ് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അതായത് വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ മസാല ദോശ റെഡിയാക്കി എടുക്കാം. നമ്മൾ പലപ്പോഴും വീട്ടിൽ മസാല ദോശ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. മിക്കവാറും എല്ലാത്തെയും ഫേവറേറ്റ് ഒരു ഐറ്റമാണ് മസാല ദോശ. പക്ഷേ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ മസാല ദോശ റെഡിയാക്കി എടുക്കാൻ പറ്റാറില്ല. എല്ലാവർക്കും അല്ല കേട്ടോ, പലർക്കും പറ്റുന്നുണ്ടാകാം. ഇനി അങ്ങനെ ചെയ്തിട്ടും കിട്ടാത്തവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ റെസിപ്പി എന്ന് പറയുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴന്നു വന്ന ഉള്ളിയിലേക്കാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പൊടികളൊന്നുമില്ല കേട്ടോ. ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വഴന്ന് കിട്ടണം. അത് നല്ലപോലെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി നല്ലപോലെ പച്ചമണമൊക്കെ മാറി നല്ല ഇതിൽ നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നേരത്തെ തന്നെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിച്ച് ഉടച്ചു വെച്ചേക്കണം. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഈ മസാല നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ജസ്റ്റ് അടച്ച് വെച്ചൊന്ന് വേവിച്ച് കുറുക്കിയൊന്ന് എടുക്കണം. അതായത് ഈ മഞ്ഞൾപ്പൊടി ആ ഉള്ളിയുടെയൊക്കെ ഫ്ലേവർ ആ ഉരുളക്കിഴങ്ങിലോട്ടും ക്യാരറ്റിലോട്ടും ഒക്കെ ഇറങ്ങാൻ വേണ്ടി. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ആർക്കും കൺഫ്യൂഷൻ വേണ്ട. കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് കുറച്ച് നല്ലപോലെ ഇളക്കി കുഴച്ചെടുക്കാറുള്ളതാണ്. അതുകൊണ്ട് അത് പ്രശ്നമല്ല. നമ്മളിപ്പം ക്യാരറ്റും ഉരുളക്കിഴങ്ങും നല്ലപോലെ വേവിച്ച് ഉടച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഉടയാനുള്ളതൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കുത്തി ഒന്ന് അടച്ചാൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അതിനായിട്ട് നമ്മളതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നല്ലപോലെ തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മുടെ ദോശയിലേക്കുള്ള മസാല റെഡിയാവും. ഈ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പം ഒഴിച്ചു കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും. ഇപ്പം ഇതെല്ലാം തിളച്ച് നല്ലപോലെ വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് വെള്ളമൊക്കെ പറ്റി ഒന്ന് കുറുക്കി എടുക്കണം. ഇപ്പം ഏകദേശം വെള്ളമൊക്കെ പറ്റി കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം. എന്നിട്ട് മസാല വെച്ച് കഴിച്ചാണ്ടല്ലോ അടിപൊളിയായിരിക്കും. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇടാൻ പറ്റാഞ്ഞത്. ഇനി റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് നമ്മൾ ആ പാൻ മാറ്റിയിട്ടുണ്ട്. ദോശ ചുടാനായിട്ട് ദോശപ്പാൻ എടുത്ത് വെച്ചു. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കല്ലൊക്കെ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ പരത്തിയെടുക്കണം. വലിയ ദോശമാവുണ്ട്, ദോശ പരത്തുന്ന തവ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ ഇപ്പം ഇതേ ഉള്ളൂ. എന്നിട്ട് നല്ലപോലെ മൊരിഞ്ഞ് വരണം. നല്ലപോലെ ദോശ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. അതിലിപ്പോൾ മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ കല്ലിലിട്ട് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ദോശ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡി ആയിട്ടെടുക്കാം. ഇതിനായിട്ടൊരു ചട്നി ഉണ്ട് കേട്ടോ. നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഇട്ട് അരച്ചൊരു സൂപ്പർ ചട്നിയാണ്. അടിപൊളി കോമ്പിനേഷനാണ്. എൻ്റെ റെസിപ്പി വേണമെന്ന് പറഞ്ഞാൽ മതി, നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.